സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ ഗുണഭോക്താക്കളുടെ അളവ് നിയന്ത്രിക്കാൻ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കും. ഇതിനൊപ്പം അർഹർക്കെല്ലാം പെൻഷൻ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും. അതിനൊപ്പം അനർഹർ പെൻഷൻ കൈപ്പറ്റുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പെൻഷൻ കിട്ടാൻ ഇനി കുറച്ചു പണിയാണ്. കാരണം സാമൂഹ്യക്ഷേമ പെൻഷൻ മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുന്നതിനുള്ള കാര്യം സർക്കാർ പരിഗണിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചില മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുന്നുമുണ്ട്. സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കൈത്താങ് എന്ന നിലയിലാണ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഇപ്പോൾ അനുവദിക്കുന്നത്. അതായത് അർഹർക്കെല്ലാം പെൻഷൻ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും അതിനോടൊപ്പം അനർഹർ ഈ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ ആ സാഹചര്യം ഒഴിവാക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അതായത് ഇനി പെൻഷൻ അനുവദിക്കാൻ പൊതുമാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീട്ടിൽ AC, 1000 cc കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള കാർ എന്നിവയുള്ള മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യമുള്ളവരുടെ ഗണത്തിൽ വരുന്നതിനാൽ അത്തരക്കാർക്ക് പെൻഷൻ ലഭിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതായത് 1000 cc കൂടുതൽ ശേഷിയുള്ള കാർ എന്ന മാനദണ്ഡം ഇനി മുതൽ കേരളത്തിലെ വലിയൊരു വിഭാഗം വീടുകളെയും ബാധിക്കുമെന്നുറപ്പാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കാറുകൾ വിറ്റഴിക്കുന്നത് മാരുതി സുസുക്കിയാണ്. മാരുതിയുടെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന കാറുകളിലൊന്നാണ് വാഗണർ. അതുമാത്രമല്ല, വീട്ടിൽ കൂടുതൽ അംഗങ്ങളുള്ളവർ സൗകര്യത്തിന് വാഗണർ പോലുള്ള വാഹനങ്ങളാണ് വാങ്ങിക്കുക. ചെറിയ CC കാറുകളുടെ വിൽപ്പന ഇന്ന് വളരെയേറെ താഴേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചുരുക്കത്തിൽ വലിയൊരു വിഭാഗം വീടുകളും നിലവിലെ മാനദണ്ഡങ്ങൾ പ്രകാരം സാമൂഹ്യക്ഷേമ പെൻഷന് പുറത്താകാനാണ് സാധ്യതയുള്ളത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.